നിങ്ങളിൽ ആരാണ് വിശ്വനാഥൻ? ചാക്കോ? സർ. ഇതെന്താണ്? ഓറഞ്ച്. ഓറഞ്ചിന്റെ രൂപത്തിലും ഇപ്പോൾ ബോംബുകൾ മാർക്കറ്റിൽ സുലഭമാണ്. എന്റെ അമ്മോ, എന്ത് മണ്ടത്തിലാണ് താൻ കാണിച്ചത്? എടോ, ഇത് പൊട്ടിയാലോ? സാർ, അത് പൊട്ടിയില്ലല്ലോ സാർ. അതിൽ നിന്നത് ബോംബ് അല്ലാന്ന് മനസ്സിലായില്ലേ? വീട്ടുക്കൻ. ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ കെ ശ്രീധരൻ നായർ. ഞാൻ കെ പി ചാക്കോ, കൊപ്രാപുരയ്ക്കൽ ചാക്കോ. എന്താ പ്രശ്നം? ഞങ്ങൾ വിശ്വനാഥന് പ്രൊട്ടക്ഷൻ വന്ന പോലീസുകാരാണ്. എന്തായാലും ഒരു കനത്ത തുക തരാതിരിക്കും. പിന്നെ ഉൾക്കണ്ഠം പിള്ളിക്ക് 20,000 കൊടുത്താ കേട്ടെ. 15,000 കിട്ടും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല, ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചോളാം. അങ്ങനെ ആവട്ടെ. ഓ, അസ്സലാമു അലൈക്കും. ഗോഡ് ബ്ലെസ് യു. നമസ്കാരം. ആ, എന്താണാവോ എല്ലാരും കൂടെ? ഉമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ ഒരു പറ്റം യുവാക്കളുടെയും അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ. അപ്പൊ പാവങ്ങളുടെ പ്രതിനിധിയാണല്ലേ? അല്ലല്ല, പണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിൽ അഴിമതിക്കെതിരായുള്ള ഈ നാട്ടിലെ യുവത്വത്തിന്റെ ഏക പ്രതീകം ഇത്. അങ്ങനെയൊന്നുമില്ല. അച്ചായൻ ഒരു ഭാഗ്യവാനാണ്. എങ്ങനെ? അച്ചായൻ ഒരു അസുലഭാവസരം കൈവരാൻ പോവുകയാണ്. എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം അച്ചായനെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞു. പ്രമുഖരായ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അച്ചായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അത് ശരി. ഏതാ പാർട്ടി? അങ്ങനെയൊന്നുമില്ല. സ്വതന്ത്രൻ. ഞങ്ങളെ ആരും പിന്താങ്ങൊന്നുമില്ല. ഒറ്റ തടിയാ, ചിഹ്നം കാളവണ്ടി. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? അതെ. എടോ, ഭരണകക്ഷിയെന്നും പ്രതിപക്ഷത്തുനിന്നും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് അച്ചായൻ വാരിക്കോരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ചായൻ ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യണം. കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? അതെ അതെ. എടോ, എത്ര വാരിക്കോരി തന്നാലും തന്നെ പോലുള്ള സ്വതന്ത്രന്മാർ ജയിക്കുവോ? എടോ, ജയിക്കുവോടോ? അതുകൊണ്ട് നിങ്ങൾക്ക് കാരണം അച്ചായന്റെ കാശില്ല. പോയി നാട് ഉദ്ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. പൊക്കോ അച്ചായോ. മാറ്റത്തിന്റെ ശങ്കൊലി ഇതാ ഇന്നിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒറ്റ പൈസ തരത്തില്ല. പ്രത്യാഘാതങ്ങൾ പട്ടി അഴിച്ചു വിടും. ഇനിയും നമുക്ക് കാണേണ്ടി വരും. ടൈഗർ, എന്റെ ഒടുക്കത്തെ പോക്കാന്നാ തോന്നുന്നത്. പേരിയാടുന്ന തന്തയ്ക്ക് മതിലിയാടുന്ന മകൻ. ദരിദ്രവാസികൾ. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഇവരോടൊക്കെ പകരം ചോദിക്കണം. കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ മിനിക്കുട്ടി കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ട് ഉടനെ വരാം. അനെന്താ, പോകാമല്ലോ. അയ്യേ, നിങ്ങളെന്തിനാ വരുന്നത്? ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നടപ്പില്ല. അപ്രതീക്ഷിതമായ ആക്രമണത്തിന് സ്ത്രീകൾ പോലും തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത്. ചാക്കോച്ചായ, ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കവിയല്ലേ? പ്രേമത്തിന്റെ വേദന മറ്റാരെക്കാളും നിങ്ങൾക്കല്ലേ മനസ്സിലാവും. ഒന്ന് പോകട്ടെ സാർ, ഒന്ന് പോകട്ടെ. 2 മിനിറ്റ് സമയം ഞാൻ ഒരുച്ചിരിക്കുന്നു. പക്ഷേ അവിടെ പറയണ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി വിടാതെ ഇവിടെ ഒന്ന് പറയണേ. പെണം കണ്ട എന്ത് ചെയ്യാനാ മിനിക്കുട്ടി? ആ പോലീസുകാരെ കയ്യിൽ നിന്ന് ഊരി കിട്ടണ്ടേ? മിച്ചോട്ട് ആശുപത്രി കിടക്കുമ്പോ വേഗം സുഖാവാൻ ഞാൻ ദേവിക്കൊരു കൂട്ടുപായസം നേർന്നിരുന്നു. ഒന്നിച്ചു തൊഴുത് പായസം വാങ്ങാന്ന് കരുതിയതാ. അതിനെന്താ ഇത്തിരി താമസം തന്നെ ഉള്ളൂ, നമുക്ക് പോയി വാങ്ങാം. ഇനി ഇപ്പൊ പോവേണ്ട കാര്യമൊന്നുമില്ല. ഇതാ പായസം എടുത്തോളൂ. ഇതങ്ങനെ വെറുതെ കഴിച്ചാലൊന്നും പോരാ. നേർച്ചക്കാരി സ്വന്തം കൈ കൊണ്ട് തന്നെ തരണം. അരുത്, അരുത്, കഴിക്കരുത്, കഴിക്കരുത്. എന്താ കാര്യം? ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആഹാര സാധനങ്ങൾ കഴിക്കരുതെന്ന് ആരും തവണ പറഞ്ഞിട്ടില്ലേ? കുട്ടി പൊക്കോളൂ. അവിടെ നില്ല്. കഴിക്കരുത്, പ്ലീസ് കഴിക്കരുത്. അയ്യോ അയ്യോ, ഞാൻ സഹിച്ചു. പ്രസാദം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോവാ. സാർ, എന്തെങ്കിലും സംഭവിച്ചാ? അമ്മേ, അയ്യോ, സംഭവിച്ചാക്കോ? നിങ്ങൾ ആര് പറഞ്ഞു സമ്മതിക്കാൻ? സാർ കൂടെ സമ്മതിച്ച ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നിന്റെ ഡ്യൂട്ടി. എന്റെ ജോലി പോയി ആര് തരും? എന്റെ ജോലി പോയി താൻ തരുമോ? അനാവശ്യം പറയരുത്. ആണ്ടാ പോയി. ആര്? വിശ്വം. ഏത് വിശ്വം? നമ്മുടെ വിശ്വം.
Jago, very careful. Yes, sir. Careful. Yes, sir. Beautiful place is this, sir. സൂക്ഷിച്ചു വരണം, അടിയിൽ വാട്ടറാണ്. ഓക്കെ. ആ വന്നല്ലോ. കാരണം വലിയ ഓട്ടം വേണ്ട. നിക്ക് 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 നിക്ക്. എന്താ എല്ലാവരും കൂടെ ഇവിടെ ചുറ്റി കളിക്കുന്നത്? പിരിഞ്ഞു പോണം, എല്ലാവരും പിരിഞ്ഞു പോണം. അയ്യോ ഇതെന്റെ കൂട്ടുകാരാ. ഇതോ ഇത് വീട്ടുകാര്. കൂട്ടുകാരേത്, വീട്ടുകാരേത്, ശത്രുവേത്, മിത്രമേതെന്ന് വേർതിരിച്ചറിയേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. താൻ അതിൽ ഇടപെടണ്ട. എന്താ എല്ലാവരും കൂടി പാമ്പിനെ തവള വിഴുങ്ങിയത് പോലെ നിൽക്കുന്നത്? അവളെ പാമ്പ് വിഴിഞ്ഞ പോലെ. ആ അതെ, തവളെ പാമ്പ് വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്. എന്താ എന്താ നിങ്ങളെ ഉദ്ദേശമല്ല, മൊത്തത്തിൽ എല്ലാവരും വിഴുങ്ങിയ പോലെ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. എല്ലാവരും മാറിക്ക്, മാറിക്ക്. സാറ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായിരിക്കും. ലാത്തി ചാർജിലും ടിയർ ഗ്യാസിലും തുടർന്ന് വെടിവയ്പ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ജാലിയൻ വാലാബാഗ് കൂടെ ആവർത്തിക്കരുത്. സാർ, ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ, ആരും കുഴപ്പക്കാരല്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരവിടെ നിന്നോട്ടെ, പക്ഷെ അടുത്ത് വരരുത്. 10 അടി ദൂരത്ത് നിന്ന് കണ്ട് തിരിച്ചു പോയിക്കൊള്ളണം. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും 10 അടി മാറിയുന്നേ, മൂപ്പിന്നെ. അയ്യോ സാർ, ഇതെന്റെ അമ്മാവനാ. ഘാതകൻ ചിലപ്പോ അമ്മാവന്റെ വശത്തിലും വരാം. അങ്ങോട്ട് പറയുന്നേ, ഇങ്ങോട്ട് മാറിക്ക്. നിങ്ങൾ ഒറിജിനൽ അമ്മാവൻ തന്നെയാണല്ലോ? അതെ അതെ. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ലല്ലോ? അയ്യോ അല്ല. എന്തൊക്കെയാണ് ഇത്? ഇതൊക്കെ സുരക്ഷാ ഏർപ്പാടുകളുടെ ഭാഗമല്ലേ? എന്റെ സുരക്ഷിതത്വമാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അമ്മാവാ? നില്ലേ അകത്തേക്ക് പോകാൻ പറ്റട്ടെ. അതിനു മുമ്പ് ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണം, എന്നിട്ട് പോയാൽ മതി. എവിടെയാണ് ബെഡ്റൂം? വരും. വേണ്ട വേണ്ട, നിങ്ങളോട് നിന്നാ മതി. ഈ മുറിയിൽ ഇത്രയും ജനലിന്റെ ആവശ്യമില്ല. കാറ്റും വെളിച്ചും കിടക്കാൻ ഒരെണ്ണം മതി, ബാക്കി 2 എണ്ണം ഭിത്തിയേറ്റി അടച്ചേക്കണം. എന്താണിത്? ഡോറ്. അതെനിക്ക് മനസ്സിലായി. അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഒരൊറ്റ വാതിൽ മതി. ഇത് സീൽ ചെയ്തേക്കണം. പറയുമ്പോ ഞാൻ പറയാണെന്ന് തോന്നരുത്. ഞാൻ പലരുടെ കൂടി പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു മുറിയിൽ ഞാൻ താമസിച്ചിട്ടില്ല. ഇതെന്താ കാലി തൊഴുത്ത? ഈ മുറിക്ക് സെക്യൂരിറ്റി അല്പം കുറവാണ്. എല്ലാം ഞാൻ ശരിയാക്കാം. ഒരു 2 ദിവസം കൂടി എനിക്ക് തരണം. 2 ദിവസം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ജലപാനം കഴിച്ചിട്ടില്ല. എവിടെയാണ് ആഹാരം കഴിക്കുന്ന മുറി? വരണം വരണം പറഞ്ഞു സാർ. ആദ്യം ഭക്ഷണം, പിന്നെ വിശ്രമം, അത് കഴിഞ്ഞ് മതി ഡ്യൂട്ടി. എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? വെണ്ടയ്ക്ക. ഓഹോ, ഞാൻ വിചാരിച്ചു ചുണ്ടയ്ക്ക ആയിരിക്കുമെന്ന്. അതല്ല ചോദിച്ചത്. ഇതിന്റെ തൂക്കം എത്ര ഇതിന്റെ തൂക്കം? 1/2 കിലോ. 1/2 കിലോ? എന്തോ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒന്നുകൂടെ തൂക്കണം. തൂക്കാൻ പറയാ. നിങ്ങളാരാ? ഞങ്ങൾ ആരാണെന്നോ? നമ്മൾ ആരാണെന്ന്? ഞങ്ങൾ ആരാണെന്ന് കുമ്മാട്ടിക്കടവിനെ അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയ കർമ്മധീരരായ ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന്? 1/2 കിലോ വെണ്ടയ്ക്ക. അമ്മമാരെ, പെങ്ങന്മാരെ, 1/2 കിലോ വെണ്ടയ്ക്കയാണ് പോലും. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവിനെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ബോർഡ് സ്ഥാപിച്ചത്. ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളുമായി ഉന്മേഷപൂർവ്വം ഉയർന്നു വരുന്ന ഈ ഉദ്യമത്തെക്കാൾ മാറ്റത്തിന് സംഗതി ഇതാ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ചേട്ടൻ ഒന്നിങ്ങി വരണം. വരണം. എന്താടേ താമസം? വരുന്നുണ്ട്. ചേട്ടൻ കടയുടെ മുമ്പിൽ ഒരു വില വിവരപ്പെട്ടി വെക്കണം. ഒരു ചെറിയ ബോർഡ് വെച്ചാലേ പ്രശ്നം വെക്കണ്ട. അതെ, ആ മാധവൻപിള്ളച്ചേട്ടന്റെ കടയിലും വെക്കാൻ പറ ഒരെണ്ണം. തീർച്ചയായും അമ്മാവന്റെ കടയുടെ മുമ്പിലും ഒരു ബോർഡ് വെക്കണം. നീ പോയി അമ്മാവന്റെ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പറയൂ. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഇവൻ പറയും. അത് ശരി, എന്നാൽ നീ പോയി പറയൂ. അത് മാഷ് തന്നെ പറയുന്നത് നല്ലത്. അതെ, അതാ നല്ലത്. മാഷ് എന്നെ അയ്യോ, ഏതവനാടാ എന്റെ കടയുടെ മുമ്പിൽ വില വിവരപ്പട്ടിക എഴുതി വെക്കാൻ പറഞ്ഞത്? എന്റെ കടയിൽ എന്തൊക്കെയാ വെക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ ജോലിയും പണിയില്ലാതെ റോഡിൽ തേരാപ്പാര നടക്കുന്ന പിള്ളേരല്ല. കറക്റ്റ്. കേട്ട് മനസ്സിലാക്ക്. ആരോട് ചോദിച്ചിട്ടാടാ നീയൊക്കെ എന്റെ വീട്ടിന്റെ മതിലിൽ ചുമരെഴുത്ത് നടത്തിയത്? ആരാടാ അമ്മാവന്റെ വീട്ടിന്റെ മുമ്പിൽ ചുവരെടുത്ത് നടത്തിയത്? നീയാണോ? ഞാനല്ല, ഇവനായിരിക്കും. അയ്യോ അല്ല, എന്നാ അണികളായിരിക്കും. അണികളോ? അതാര്? അല്ല, പിന്നെ ഈ 10,000-കണക്കിന് അണികളാണല്ലോ നമുക്കുള്ളത്. അതിൽ ഏത് അണികളാ ചെയ്തെന്ന് അറിയുന്നത്? ഈ അണികളുടെ ഒരു കാര്യം ഏതണി ആയാലും വേണ്ടില്ല, ഞാൻ കടയടച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റണം. അനന്താ, ഇപ്പൊ തന്നെ വായിക്കാം. ആഹാ, അണികൾ അത്രക്കായി. കൊട്ട. ഓ, പറഞ്ഞല്ലോ കൊട്ട. സ്റ്റോപ്പ്. കയറാൻ വരട്ടെ. ഇതിപ്പോ 7ാമത്തെ പ്രാവശ്യമാണ്. ഉടനെ പോയി ഒരു ഡോക്ടറെ കാണണം. ഓ, കയറാൻ വരട്ടെ.
ഞാൻ പരിശോധിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഇതിപ്പോ 6 തവണ പരിശോധിച്ചില്ലയോ? ഇനിയിപ്പോ എന്തോന്ന് പരിശോധന? മറ്റേ സാറിന് ഇതൊന്നും ഇല്ലല്ലോ. അത് അങ്ങേരുടെ കാര്യം. കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് വാ. വാ. കയ്യതോട് വേണ്ട വേണ്ട. അല്ല പിന്നെ പെട്ടെന്ന് ഇറങ്ങണം. അതിനകത്തിരുന്ന് ആത്മഹത്യ ചെയ്താലേ ഉത്തരം പറയേണ്ട ഞങ്ങളാ. ആ ശ്രീധരൻ നായർക്ക് പ്രമോഷന്റെ കാര്യം അന്വേഷിക്കാൻ പോവാൻ കണ്ടൊരു നേരം. എന്ത് നായവേഷം കെട്ടിപ്പോയില്ലേ? കൊരയ്ക്കണം കൊരകേക്കണം. ചേട്ടന് നായ വേഷമൊന്നും അല്ല, രാജാപ്പാർട്ടാന്നേ. ഒക്കെ അറിഞ്ഞു കൊച്ചു കള്ളൻ. എന്താ 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 സംഗതികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. താൻ കാര്യം എന്താ തെളിച്ചു പറ. അന്നാമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ. വിജയ ആ പറയാം. അന്നമ്മ ചേട്ടത്തി എന്ത് പറഞ്ഞു? അന്നാമ്മ ചേട്ടത്തി അന്നാമ്മ ചേട്ടത്തി മോക്കേ ചേട്ടനോട് പ്രേമമാണെന്നോ, നേരോ? ആ കല്യാണം കഴിക്കാൻ പോണെന്നോ. ആലോചനയായിട്ട് വരാൻ പോകുന്ന ചേട്ടത്തി പറഞ്ഞത് നേരാണോ? നേര് സത്യം സത്യം. എന്താണോ നിന്ന് ചിണുങ്ങണേ? ഒന്നുമില്ല, ഡ്യൂട്ടിക്കിടയിൽ വീണ് കിട്ടിയ ഒരു നിമിഷം. ഒരു കലാഹൃദയമാണല്ലോ എന്റേത്. ബാക്കി നാളെ പറയാം. അവനെവിടെ? ഏവൻ? വിശ്വനാഥൻ. ഏത് വിശ്വനാഥൻ? ഇവിടുത്തെ വിശ്വനാഥൻ. കക്കൂസിലിരിപ്പുണ്ട്. കുറെ നേരമായല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്നോ അതോ ഞാൻ അകത്ത് വന്ന് പിടിച്ചിറക്കണോ? ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. സാർ വന്നിട്ടുണ്ട്. കല്ലെറിഞ്ഞ് വീഴ്ത്താൻ അവന് ചക്കനെ. കല്ലിഞ്ഞെടുത്തതാ. എങ്ങോട്ട് പോയി? ഇവിടെ പോയി. എന്താ അല്ല അടക്കിയ മറ്റായിരിക്കും. അടക്കിയ അവന് അകത്തെടുത്ത് ചാടി. ഉറപ്പാ. ആത്മഹത്യക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും. എനിക്ക് പ്രൊമോഷൻ ആവേണ്ട സമയമായി. എനിക്ക് ജോലി പോകേണ്ട സമയമായി. ചെറുപ്പ് കടിക്കതേ. കുടുക്കി ആനപ്പല കുഴി കുടുക്കി ഇളിച്ചോണ്ട് കണ്ടു പിടിച്ചു ഊരോട്. അവനെവിടെ? ഇനി വല്ല പ്രോഗ്രാമും ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല എപ്പോഴാ ഉറങ്ങുക? ഇങ്ങനെ എപ്പോഴും എപ്പോഴാ ഉറങ്ങുക എന്നൊന്നും ചോദിക്കണ്ട. സമയമാകുമ്പോ ഞാൻ അങ്ങ് ഉറങ്ങിക്കൊള്ളാം. എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിന് ലൈറ്റ് വിട്ടോണ്ടിരുന്നാ ഞാൻ എങ്ങനെ ഉറങ്ങും? ദാ കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ച് പിടിച്ചങ്ങ് ഉറങ്ങിയാ മതി. എവിടുന്ന് കിട്ടിയെടുത്തോ? ചില നേരത്തെ ഈ ജോലി ഒരു കുരിശ. മനുഷ്യന് മനസ്സമാധാനോട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന്. ചാക്കോയ്ക്ക് ഇപ്പൊ എന്ത് വേണം? എനിക്ക് ഉറങ്ങണം. അത്രയല്ലേ ഉള്ളൂ. ഉറങ്ങിക്കോ. വിശ്വാന്റെ കാര്യം ഞാൻ ഏറ്റു. വന്നേ ഇരിക്കേ. ചാക്കോയോട് വന്ന ദിവസം മുതൽ കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിലായില്ല. 1-2 ദിവസം ഞാൻ വിശ്വാന് പ്രൊട്ടക്ഷൻ നിൽക്കുമ്പോ തനിക്ക് ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം. തന്റെ സൈഡ് ആക്ടിവിറ്റീസ് നടക്കും. പിന്നെ 2 ദിവസം തന്റെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ ഫ്രീ ആകും. ഇതൊക്കെ നിയമമിട്ടുള്ള കളിയാ. ചാക്കോയ്ക്ക് ഡ്യൂട്ടി വെറുതെ ഡ്യൂട്ടി. എടോ നിയമമൊക്കെ അല്പ സ്വല്പം നമ്മുടെ സൗകര്യത്തിൽ മാറ്റി നമ്മൾക്കൊക്കെ ചെയ്യാം. അതുകൊണ്ടൊന്നും വരാനില്ലെന്ന്. അല്ല ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാല് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല. ദാ, നാളത്തെ കാര്യത്തിന് എടുക്കാം. ഇന്റർവ്യൂവിന് പോകുമ്പോ ആരെങ്കിലും ഒരാൾ കൂടെ പോയാൽ മതി. അത് ഞാൻ പോയിക്കോളാം. താൻ മുങ്ങിക്കോ. അയ്യോ അത് വേണ്ട. ടി കിട്ടുന്ന കാര്യമല്ല. ഞാനും വരാം. ടി ഒക്കെ താൻ എഴുതിയെടുത്തോ. അതിന് കൂടെ വേണമെന്നില്ല. എന്നാലും ഡ്യൂട്ടി എന്ന് പറയുമ്പോ എന്നാ താൻ പോവാ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന്. പോലീസുകാരൻ തന്നെ പാര അവരത്. ഇല്ല ചാക്കോ, പോയി കിടന്നു. ശരി. സൗദാമിനിയുടെ, അന്നാമ്മച്ചേട്ടത്തിയുടെ, സുബൈദയുടെ സ്വപ്നം, മേരി ചാക്കോയും ശൈലജയും കണ്ട സ്വപ്നം. ആ സ്വപ്നം പൂവണിയുന്നു.
മാഷ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഇവന്റെ ഒരു ക്ലാസ്. ഇവനൊക്കെ എന്ന് മുതലാ മാഷായത്? ഏതോ ഒരു പാരലൽ കോളേജിൽ 2-3 ദിവസം പഠിപ്പിച്ചതിന് ഇവനും മാഷോ? ഇപ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ. 4 കാശിറക്കാനുണ്ടെങ്കിൽ ഏത് അലവലാതിക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം. എന്നാൽ പിന്നെ നിനക്ക് തന്നെ ഒന്നുകൂടായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി വന്നതല്ലേ, ഇനി മാസൊന്നും ഭരിച്ചു നോക്കട്ടെ. ഭരിക്കാനും വോട്ട് കൊടുക്കാനും ആളുണ്ടായിട്ട് വേണ്ടേ? പുലി വരുന്നേന്ന് കൂവി തടുക്കാന്നല്ലാതെ ഇതുവരെ വോട്ടും ചോദിച്ചിറങ്ങിയിട്ടുണ്ടോ എന്റെ ഈ മാഷ്? നാടിനും നാട്ടാർക്കും കണ്ണിലുണ്ണി, ദേശ് കി നേതാ, കുമ്മാട്ടിക്കടവിലെ മാന്യാശ്രീ പഞ്ചായത്ത് മെമ്പർ ആരഹാഹേ. പ്രിയപ്പെട്ട മാളൂരെ, ഈ നാട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്തി ഊന്തി പറയുകയാണ്, പ്രിയമുള്ള മാളൂരെ, ഞാൻ അല്പം തിരക്കിലാണ്. കുമ്മാട്ടിക്കടവിന്റെ നീറുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ഉന്നതതല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ദേശ് കി വാണിജ്യ പ്രമുഖ് ആഴിമതി മഹാരാജ കോടീശ്വർ ജി ആ രഹാ ഹേ. എന്തുണ്ട് നേതാവേ വിശേഷം? കുമ്മാട്ടിക്കടവിൽ നീറുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? തിരുവുള്ളം കനിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരികയാണ്, ചെലവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? കടലിൽ കല്ലിടാനുള്ള ഒരു കോൺട്രാക്ട് ഒപ്പിച്ചിട്ടുണ്ട്, അതിലൊരു പങ്ക്. പോരാ, ഈ കാടായ കാട് മുഴുവനും വെട്ടിത്തെളിക്കുവാനുള്ള ഒരു ലൈസൻസ് ഒപ്പിച്ചു തരാമേ. പോരാ. എന്നാൽ ഈ കുമ്മാട്ടിക്കടവ് മുഴുവനും അങ്ങേക്ക് ഞാൻ തീരെഴുതി തന്നുകൊള്ളാമേ. വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറിയ നാട്ടാര്, പ്രിയ കുമ്മാട്ടിക്കടവുകാര്, ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഈ മണ്ണിൽ നിന്നും തുരത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യുവത്വത്തിന്റെ കത്തിജ്വലിക്കുന്ന രോഷാഗ്നിയിൽ ഈ കപട രാഷ്ട്രീയ കോലങ്ങൾ വെന്ത് ചാമ്പലാകട്ടെ. ആദ്യ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റ് ആ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഹോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉത്കണ്ഠം പിള്ളയൊക്കെ കാണിക്കുന്ന ചീഫിനെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിരിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി മതി, വിച്ചുവേട്ടൻ ഈ ഇലക്ഷന് ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം. വിച്ചുവേട്ടാ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. എനിക്കൊരു ഐഡിയ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? ഇങ്ങനെ ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. ഉഗ്രൻ. ഓടാ. കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? സർക്കാരിന് സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ, സാമൂഹ്യ സേവനം, വഴിവിട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അതുള്ള വഴിവെട്ടാണല്ലോ. വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു കാളില്ല, വഴിവെട്ട്. ഈ വനമഹോത്സവമായാലും എന്താ? ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവയ്ക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികൾ തിന്നും. അല്ലാതെ വെറുതെ മണ്ടത്തരം പറയാതെ. എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാ അവന്റെ വോട്ട് കൂടി പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ. എന്തേ അതെന്തുവാ?
നമ്മുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ ഐറ്റം. കൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീരരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട്. നേരത്തെ പറയണ്ടേ, പേടിച്ചു പോയല്ലോ. പിന്നെ ഞാൻ കുഴിച്ച വെച്ചല്ലേ പറഞ്ഞ്. അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ. പ്രബുദ്ധരായ സമ്മതിദായകർ, അഴിമതിയും കൈക്കൂലിയുമെല്ലാം ഈ കുമ്മാട്ടിക്കടവിനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. അഴിമതി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ എന്താ കാരണം? അതായത് വോട്ട് പിടിക്കാൻ അല്ലേ? വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. വേണ്ട വിജയ, ഇപ്പോഴൊന്നും പറയണ്ട. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. അന്ന് അവർ പറയും നെറിയുള്ളവരാണ് വിശ്വനാഥൻ. വോട്ടല്ല നമുക്ക് വലുത്, കുമ്മാട്ടിക്കടവിന്റെ പുരോഗതിയാണ്. നീ വാ. അല്ല ഞാൻ അറിയാതെ 4 ആളെ 850. പരമുളച്ചേട്ടാ, കൂടുതൽ കള്ളക്കണക്കൊന്നും എഴുതി കൂട്ടല്ലേ. ഇവിടെ ഞങ്ങൾ ബോർഡ് വയ്ക്കും. ഏതായാലും വില്ലേജ് ഓഫീസിന്റെ മുമ്പില് നിങ്ങൾ ബോർഡ് വെച്ചത് നന്നായി. അപ്പൊ സംഗതി ഏറ്റു. കുമ്മാട്ടിക്കടവിൽ ഇനിയും പല പരിവർത്തനങ്ങളും ഏർപ്പെടുത്തുന്ന കാര്യം ഈ വിശ്വനാഥന്റെ പരിഗണനയിലുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തല്ലോ. ഓ വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ ആർക്കൊക്കെ കാശ് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നൊന്നും നാട്ടുകാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു. നിങ്ങൾ ആ ബോർഡ് വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചിട്ടയായി വളരെ പെട്ടെന്ന് നടക്കുന്നു. ഏറ്റില്ലല്ലേ? നടക്കട്ടെ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. ഞാൻ അന്നേ പറഞ്ഞതാ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോ കിലോ അരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. ആര് കേൾക്കാൻ? ഇതെന്തായാലും ഒരു നാറ്റ കേസായി. നമ്മൾ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കല്ലേ, ചിലപ്പോ അവിടെ എവിടെയും തട്ടിമുട്ടി വീണെന്നിരിക്കും. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. ഈ അഴിമതിക്കെതിരെയുള്ള സമരമല്ലാതെ പ്രകടനപത്രികയിൽ വേറെയും വാഗ്ദാനങ്ങളുണ്ടല്ലോ. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. കറക്റ്റ്. മനസ്സിലായി. പാവപ്പെട്ട പെൺപിള്ളേരെ കല്യാണം കഴിച്ചു വിടുന്ന പരിപാടിയല്ലേ? അതിന് ഞാൻ ഇപ്പോഴേ പേടിയാ. ഓടാ, കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ നീ വേറൊന്നും ചിന്തിക്കത്തില്ലല്ലോ. ഇത് അതല്ല. ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ പുതിയൊരു പന്ഥാവിലൂടെ നീങ്ങാം. കംപ്ലീറ്റ് ആക്ഷൻ. പാത്രം കഴിവായിരിക്കും. മറ്റവനുണ്ടോ ചേട്ടാ? ഏത് മറ്റവൻ? തമാശ കളയുന്നേ. നമ്മുടെ മറ്റവനെ. പിന്നെ ആ കച്ചവടമൊക്കെ എന്നേ നിർത്തിപ്പോയടോ. പിന്നെ നിർത്തിയല്ല, ഇരുത്തി. ചേട്ടാ, ഞാൻ ഈ പ്രായം പോലെ ഇവിടുന്ന് സാധനം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാ. പിന്നെ വോട്ട് പിടുത്തത്തിലുള്ള തിരക്കായതുകൊണ്ട് ഏതാവൊരു ക്ഷീണം തീർക്കാനാ. ഇവിടെ പേടിക്കലോട്ട് ഇടന്ന എന്താ എടുക്കേട്ട്. ഇതാണ് ചേട്ടൻ തൊഴില്. ഈ നാട് കുട്ടിച്ചോറാക്കണമെന്ന് തനിക്ക് നിർബന്ധമാണല്ലേ? കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ സമ്മതിദായകരെ, യുവത്വത്തിന് ഒരു ക്യാൻസർ പോലെ കാർന്നു നിന്ന കഞ്ചാവിനും ചരത്തിനും മയക്കുമരുന്നിനുമെതിരെ ഇതാ ഒരു കൊടുങ്കാറ്റായി ഞങ്ങൾ ആഞ്ഞു വീശുന്നു. മാറ്റത്തിന്റെ തങ്കൊലി ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. പിടിക്കോ പിടിക്കോ. പീടികയിൽ നിന്നും നല്ല പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം, എങ്കിലേ തടിച്ചു കൊഴുക്കും. ആര്? പശുക്കിടാവിന്റെ വിജയനോ മറ്റോ വന്നാ ഞാൻ ആ കവലെ കാണുമെന്ന് പറഞ്ഞത്. അകത്തു പോ, അകത്തു പോ. അല്ലേ? കുട്ടിയോടല്ല, കുട്ടി അകത്തേക്ക് പൊക്കോളൂ. എങ്ങോട്ടാ? ഒന്ന് പുറത്തോട്ട് പോകണം. അങ്ങനെ ചാടിക്കേറി ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. ഓരോ ദിവസവും പോകുന്ന സ്ഥലങ്ങളുടെ പേരും സന്ദർശന സമയവും മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരിക്കണം. ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ. എവിടെ പോണം, എങ്ങോട്ട് പോണം, എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാ മതി. കൂടുതൽ ഭരണമൊന്നും വേണ്ട. നിങ്ങൾക്കത് പറയാം, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഓക്കെ?
ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പമുണ്ടായാലോ? അവിടെ വന്ന് രക്ഷിക്കണം, അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി. ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിന്നോണം. ഓക്കെ? എന്നാ പിന്നെ പുള്ളി പറഞ്ഞ പോലെ അല്ലേ? എടോ തൊപ്പി തെറിക്കും, ഇന്ത്യ പോണു. വാ. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഈ പറമ്പിലൂടെ കടന്നാലും അപ്പുറത്തേക്ക് പോകാമല്ലോ? പോകാം, പക്ഷെ ഇതിലേ പോകുന്നതാണ് എനിക്ക് സൗകര്യം. അതിലേ പോകുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. എന്നാ നിങ്ങൾ അതിലേ പറ്റോ, ഞാൻ ഇതിലേ പറ്റോളാം. എടോ, ഞങ്ങളുടെ ഷൂസും പാന്റും ഒക്കെ വെള്ളം അതൊക്കെ നിങ്ങളുടെ കാര്യം. എന്ത് ചേർക്കാൻ വെള്ളം നിർത്തിക്കല്ലേ? ആളുകൾ കണ്ടാ ഞങ്ങൾ വെള്ളമാണെന്ന് വിചാരിക്കും. ഇതെന്തേ കാണിക്കുന്നത്? കൊരങ്ങനാ? അയ്യോ, ചാക്കോ സാറിനെ കൊരങ്ങാന്ന് വിളിക്കില്ലേ. കേട്ടോ ചേട്ടാ, ഇതെവിടെ തേങ്ങയൊക്കെ ആയിട്ട്? അല്ല വിശ്വനാഥ, ഇതെന്ത് പറ്റി? ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ? ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസും വഴക്കൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. ഞാൻ എവിടെ പോയാലും ഇവറ്റകൾ എന്റെ കൂടെ കാണും. അതാണ് റൂൾ അല്ലേ? ഉത്കണ്ഠം പിള്ളക്കൊക്കെ സുഖം തന്നെ അല്ലേ? ആ, ഉത്കണ്ഠം പിള്ളയോടും കൂട്ടുകാരോടും ഒന്നും ചേട്ടൻ ചെന്ന് പറയണ്ട. ഞാനിങ്ങനെ രണ്ട് പോലീസുകാർ അപ്പുറം അപ്പുറമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്, വലിയ നിലയിലാണ്, വലിയ പത്രാസിലാണെന്നൊക്കെ. അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പൊങ്ങച്ചാണെന്ന് വിചാരിക്കും അല്ലേ? പിന്നെ അത് മതി കണ്ണുകടി അസൂയും ഒക്കെ. ചേട്ടൻ ചെല്ല് ചെല്ല്. അയ്യോ, പോവാം. വല്ല സിഗരറ്റോ ബീഡിയോ വല്ലോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. റോഡിലെങ്ങും ഒറ്റ ഒരുത്തനെയും കാണാനില്ല. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ? വലിയ വിളച്ചിലൊന്നും വേണ്ട. ഈ കാക്കിക്കുപ്പായക്കാരൊക്കെ വലിയ മണ്ടന്മാരാണെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദേ, പോലീസുകാരനാ, കാര്യസ്ഥനല്ല. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല. അയ്യോ, ലൈബ്രറി അടച്ചാലും. അയ്യോ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. ചാക്കോ, ഞാൻ ജോലി രാജിവെക്കാൻ പോകട്ടോ? ഇപ്പൊ അല്ലെങ്കിൽ നാളെ പോവാ. അയ്യോ, വേറൊരു കാര്യം മറന്നുപോയി. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ ഇത്? കുറച്ചുകൂടി നടക്കുക, പിന്നെ പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് നിൽക്കുക. നടപ്പിന്റെ വേഗതയും ദൂരവും കൃത്യമായി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ വെക്കുന്നത്? ഞാൻ എവിടെ പോയാലും ശരി എന്റെ കൂടെ നിൽക്കണം എന്നുള്ള അല്ലേ ഡ്യൂട്ടി. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെനിക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാ? നഖത്ത് മുട്ട് സൂചിയായിട്ട് അണ്ടി ചെക്കൻ നേരെയാവില്ല കേട്ടോ. നഖത്തിലല്ല സാറേ. എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം? ഒരു വിൽസ തീപ്പൊട്ടി. വല്ല കപ്പലിന്റെ മുട്ടായോ മിസ്റ്ററോ വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പൊ പറ്റില്ല. ഓ, ആ സുഖം തന്നെയല്ലേ? അയ്യോ, അമ്മ ഇല്ലേ? ഇല്ല. മൈ ഗോഡ്, ഇല്ലേ? അമ്മാവൻ വരുമ്പം പറഞ്ഞേരെ, ഞാനിങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന്. ഓക്കെ? അമ്മാവന്റെ കടയാണ്. ഹലോ ചേട്ടോ, ഇരി ഇരി. ഇവര് കുഴപ്പക്കാരൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചിരിക്കുന്ന 24 അവേഴ്സും എന്റെ കൂടെ തന്നെ കാണും. അപ്പൊ വരട്ടെ. പോവാം. ഒന്നുമില്ല, ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അന്ന് വണ്ടി ഇടിച്ചെന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നൊരു സംശയം. ഞാനിവിടെ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട്. ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. വരട്ടെ. ചാക്കോ, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം. നിങ്ങളുടെ ദേഹപരിശോധന നടത്തണം. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. അങ്ങനെയാണെങ്കിൽ ജുബ്ബൂര്. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ജുബ്ബ ഉരുളൂ. അടിയിൽ വലിയിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മുണ്ടോയിട്ടുണ്ട് കേട്ടോ. ആ, അരയിൽ തപ്പ്, അരയിൽ തപ്പ്. കൈപൊക്ക്, കൈപൊക്ക്, കൈപൊക്ക്. അരകുലുക്ക്, അരകുലുക്ക്. ചാട്, ചാട്. അണ്ണാൻ ചാടവളെ ചാട്. അങ്ങനെ ഒന്ന് വട്ടം കറങ്ങ. ഓഹോ, പഞ്ചായത്ത് മെമ്പർ ആകാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം ഇങ്ങനെയൊക്കെ തീർക്കല് അല്ലേ? പിള്ളച്ചേട്ടൻ ആകെ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമല്ലേ? ദേ, ഇത് നമ്മുടെ സ്വന്തം ആളാണ്. മേലിൽ ചെക്ക് ചെയ്യരുത്. ചേട്ടൻ വയ്ക്കോ, വയ്ക്കോ. പോവാം.
പോലീസ്. അയ്യേ, നിങ്ങൾ എന്തിനാ ഇറങ്ങിയത്? ഇവരെ കണ്ടോണ്ടാണോ? അതിന്റെ ആവശ്യമില്ല. ഇവരെന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്നിരിക്കല്ലേ. എന്റെ ഫ്രണ്ട്സ് ആണേ. കേറിപ്പോ, ലോഡ് കയറിപ്പോ. ചാക്കോ, ആ കർമ്മം അങ്ങോട്ട് ചെയ്തേക്ക്. അയ്യോ, കാറ്റ് തുറന്നു വിടരുത്. ഇവരെന്റെ ഫ്രണ്ട്സ് ആണ്. മക്കള് പോ. ഓടാ, നോക്കടാ. എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സോ ഹ്രിൻസോ നിയമം നടത്തുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കരുത്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ആ, ഇനിയിപ്പോ എങ്ങനെയാ പോകേണ്ടത്? സ്പീഡിൽ പോണോ അതോ സ്ലോവിൽ പോണോ അതോ വെള്ളത്തിൽ കൂടെ പോണോ? എങ്ങനെയാ പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാ. പിടിച്ചോ. എനിക്കൊന്ന് മുന്നു പോണം. നോക്കണ ഇയാള്. അയ്യോ, പോലീസ്! ഓടിക്കോ, ഓടിക്കോടാ. ഏയ്, വിജയ! നിക്കടാ അവിടെ. വേണ്ട, ഓടാ. അവിടെയൊക്കെ വെച്ച് വാടാ. പിടിക്കാം. ഇയാളെ പിടിക്കാം, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് വരാം. അയ്യോ, മാഷായിരുന്നു ഇത്. ഞങ്ങൾ ഇവര് മാത്രമേ കണ്ടുള്ളൂ. വലിയ മന്ത്രിയും VIP വരുമ്പോഴാണല്ലോ മാഷിന്റെ വരവ്. മന്ത്രിയാകാതെയും എസ്കോർട്ടൊക്കെ കിട്ടുവടേ. എസ്കോർട്ട് അല്ല, പ്രൊട്ടക്ഷൻ. ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ ഏത് അലവലാതിക്കും കിട്ടും പ്രൊട്ടക്ഷൻ. വിജയ, ചീട്ടുറേ, കളിക്കാം. ഇത് നിയമവിരുദ്ധമാണ്. ഇതിന് കൂട്ട് എന്നെ കിട്ടില്ല. കൂട്ട് നിക്കണ്ട, കൂടെ നിന്നാ മതി. വടേ. അതെ, നിൽക്കാൻ. പോയി. ഏതായാലും തെരുവ് നാടകം കലക്കി. അതെ അതെ. നീ ഒറ്റ ഒരുത്തനാണ് ഓവറാക്കി ചളവാക്കിയത്. എന്തായാലും തെരുവ് നാടകത്തെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശ്വനാഥൻ മാഷാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? ഇപ്പോഴേ ജനങ്ങൾ അത് അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് ജനങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് കാള്? നിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുള്ള കാളും നല്ലത് പറച്ചിലുണ്ടല്ലോ. എനിക്ക് അങ്ങ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ വിശ്വനാഥ മാസ്റ്റർ തന്നേച്ചതാ. ഒരു നോട്ടീസിനുള്ള മാറ്ററാണ് ഇതില്. അയ്യടാ, ഒരു നോട്ടീസ് കണ്ടില്ലേ? ഇവിടെ മൊറം പോലുള്ള നോട്ടീസുമായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയ്ക്ക് പീറ കടലാസുമായിട്ട് എന്നാലുണ്ടല്ലോ ചുരുട്ടിയിട്ട് ദൂരെ കളയും. അതെ, ഇത് സംഗതി ചെത്തുന്ന ഉറപ്പാ. ഇതുപോലൊരു നോട്ടീസ് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച അന്തരീക്ഷം. ആ ഗ്രാമത്തിന്റെ ചെമ്മൺ പാതയിലൂടെ സൂര്യനെ പോലെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മന്ദം മന്ദം നടന്നു വരുന്നു. അത് നമ്മളെ മാഷായിരിക്കും. അതെ, മാഷ് തന്നെ. നാട്ടുകാർ സ്നേഹപൂർവ്വം മാഷ് എന്ന് വിളിക്കുന്ന വിശ്വനാഥൻ എന്ന ചെറുപ്പക്കാരൻ. ഒരുപറ്റം സ്ത്രീകൾ മാഷിന്റെ അരികിലേക്ക് ഓടിയെത്തി. മാഷ് അവരെ കണ്ടു നിന്നു. മണിമംഗലത്ത് സൗദാമിനി പറഞ്ഞു, മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് പിന്നെ പറയാതിരിക്കോ, മാഷിന്റെ ആളല്ലേ സൗദാമിനി. അതെ അതെ. മാളികപ്പുരയ്ക്കൽ അന്നാമ്മച്ചേട്ടത്തി പറഞ്ഞു, മാഷ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവണം. അന്നാമ്മച്ചേട്ടത്തിയുടെ മകളോടെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ മാഷിനെ പാരൽ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടത്. അപ്പൊ പിന്നെ അവരങ്ങനെ പറയുമോ? പറഞ്ഞത് തന്നെ വച്ചോ. അതിനിപ്പോ നിനക്കെന്താ? തുണ്ടുപറമ്പിലെ സുബൈദ പറഞ്ഞു, മാഷ് മത്സരിക്കണം. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. സുബൈദ അങ്ങനെ പറഞ്ഞ? ആ, പറഞ്ഞു. പറയൂല. എന്താ പറഞ്ഞു? സുബൈദ ഒരിക്കലും അങ്ങനെ പറയൂല. പറഞ്ഞു അങ്ങനെ ഇപ്പൊ വെക്കണ്ട. കാരണം ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നായിരുന്നു സുബൈദയുടെ സ്വപ്നം. അയ്യടാ സുബൈദയുടെ സ്വപ്നം. എടാ, നിന്റെ മോന്തെ കൊണ്ട് മത്സരിച്ച കെട്ടിവെച്ച കാശ് കിട്ടുവാടാ. കിട്ടൂല അല്ലേ? ആമിനെയും സുജാതയും മേരി ചാക്കയും ശൈലജയെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മാഷ് മത്സരിക്കണം, ഞങ്ങളുടെ സ്വപ്നമാണ്. മാഷ് മറുപടി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. സൗദാമിനിയുടെ സ്വപ്നം, അന്നാമ്മയുടെ സ്വപ്നം, സുബൈദയുടെ, ആമിനയുടെ, സുജാതയുടെ, മേരി ചാക്കോയുടെ സ്വപ്നം. ആ സ്വപ്നം പൂവണിയുമോ? പൂവണിയുമോ? അണിയുമായിരിക്കും. ഇതെന്താ ഇലക്ഷൻ നോട്ടീസോ അതോ പ്രേമലേഖനോ? അതൊക്കെ പിള്ളേരുടെ ഓരോരോ നേരം പോക്കല്ലേ അപ്പൂട്ടനായരെ. അവനെ ഇലക്ഷൻ വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എതിരൊന്നുമല്ല. ഞാനും എതിരൊന്നല്ല. പക്ഷേ ഈ നാട്ടിൽ ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അത് ഈ ഉത്കണ്ഠമുള്ള തന്നെ ജയിച്ചേ പറ്റുമെന്ന് ജനങ്ങൾക്കറിയാം. ഈ കണ്ട് സൗദാമിനയുടെ, അന്നാമയുടെ, സുബൈദയുടെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ പൂവണയാൻ തുടങ്ങിയാൽ തന്റെ മോന്റെ കാര്യം കുറെ അപകടത്തിലാവുമല്ലോ അപ്പൂട്ടനായരെ. പെട്ടെന്നാവട്ടെ, ഉറക്കം വരുന്നു. ഓഹോ, അപ്പൊ ഇവിടെ വിശ്രമമാണല്ലേ? ഇല്ല, ഒട്ടിക്കുമായിരുന്നു. ഒട്ടിച്ചോണ്ടിരുന്നാ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? മൈക്ക് സെറ്റ് റെഡി ആയിട്ടില്ല, സ്റ്റേജ് കെട്ടിയിട്ടില്ല, അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇനി എപ്പ ചെയ്യാനാ? മൈക്ക് സെറ്റ് നീ ഏർപ്പാടാക്കാമെന്നല്ലേ പറഞ്ഞു. അത് ഞാൻ ഇന്നലെ അയപ്പിച്ചേ. അല്ല, അത് പിന്നെ ഞാൻ 3 പ്രാവശ്യം പോയി നോക്കിയതാ. അവിടെ ആളില്ല. ഒരേതോ ഉത്സവ പരിപാടിക്ക് പോയിരിക്കും അത്രേ. നാളെ വൈകിട്ടേ വരൂ. ഇന്ന് രാത്രി
അയ്യടാ ഇതിൽ അധികാരി ഇല ഏറ്റതുപോലെ ആയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും പോയി സ്റ്റേജിന്റെ കാര്യങ്ങളും അലങ്കാരങ്ങളും നോക്ക്. ഒട്ടിക്കുന്ന കാര്യം ഇവര് ചെയ്തോളൂ. ഞാൻ തന്നെ നേരിട്ട് പോയി മൈക്ക് സെറ്റ് ഏർപ്പാടാക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ലൈറ്റ് ഇല്ല. നീ ഒന്ന് ഒന്നുമില്ലെങ്കിലും ഞാനൊരു വരുംകാല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ലൈറ്റ് വേണ്ട. അതെ, ഞാൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ വിശ്വനാഥൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെ അമ്മൂമ്മയുടെ കാള് പോയി ഒട്ടിക്കാൻ നോക്കടാ. എളുപ്പട്ടില്ല. ആ പിന്നെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ പോലീസ് ഫാമിലിയാ. ഓ, എന്റെ വല്യമാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ SI ആയിരുന്ന സമയത്ത് SI ഇന്നലെ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന്. അല്ല, പുള്ളി പിന്നീട് SI ആയി. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. ഓ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവിടെ മൊയ്തീൻ കുട്ടി എന്നൊരു കേടി ഉണ്ടായിരുന്നു. നഗത്തിനിടയിൽ ആണി അടിച്ച കഥയല്ലേ? അതെ. അതെനിക്ക് കാണാപ്പാടാ. എങ്ങനെ അറിയാം? ആശുപത്രിയിൽ വെച്ച് അരമണിക്കൂർ ഇടവിട്ട് മരുന്ന് തരുന്ന പോലെ പറഞ്ഞോണ്ടിരുന്ന കഥയല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞല്ലേ. എന്നാ ഞാൻ വേറൊന്ന് പറയാം. ഞാൻ SPF-ലായിരിക്കുമ്പോ, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലായിരിക്കുമ്പോ, ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു VIP-ക്ക് സാറ് പ്രൊട്ടക്ഷന് പോയപ്പോ ഒരു ഉഗ്രവാദി വന്ന് സാറിനെ കണ്ട് പേടിച്ചോടിയ കഥയല്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. അതല്ല, ആശുപത്രിയിൽ വെച്ചൊരു 3-4 പ്രാവശ്യം സാറ്. നിർത്ത്. ഊണ് റെഡി ആയെന്ന് തോന്നുന്നു. അച്ഛനവിടെ കാത്തിരിക്കും. വാ. ബാർ സോപ്പ് അമ്മുക്കുട്ടി ഉപയോഗിക്കരുത്. ഈ മനോഹരമായ വിരലുകളിൽ നഖച്ചിട്ട് വരും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. പീടികയിൽ മേൽത്തര സോപ്പ് പൊടികൾ കിട്ടും, അത് വാങ്ങി തുണി തിരുമ്മിയാ മതി. എന്തിനിത്ര ബുദ്ധിമുട്ടുന്നു? എന്റെ തന്നാൽ ഞാൻ ലാൻഡറി കൊണ്ടുപോയി വാഷ് ചെയ്യിപ്പിച്ചു തരായിരുന്നല്ലോ. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? പിന്നെ തുണികളിൽ കറയുണ്ടെങ്കിൽ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിന്റെ അച്ചാറ് ഇങ്ങനെ പൊടിച്ചാൽ മതി. ഓഹോ, ജോലി കിട്ടിയതിന്റെ പേരില് പലരും പാർട്ടി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു പാർട്ടി ഞാൻ ആദ്യമായിട്ട് കാണാൻ. അത് പിന്നെ സാറൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് വിജയൻ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്താ. ചാക്കോ സാറിനൊന്നുകൂടെ ഒഴിച്ചോട്. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തെളിയിച്ചു കൊടു ചാക്കോ. ഒരു കൊച്ചു വിലങ്ങും കുറെ വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എന്റെ പ്രതിയെ തേടി എന്നൊരു കവിത. തള്ള പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, ജ്യേഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, അച്ഛൻ പറഞ്ഞു നീയാണൽ മകൻ. ആഹാ, പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകനല്ലൻ മകനെ. എങ്ങനെ? പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകനല്ലൻ മകനെ. താങ്ക് യു. ചെറുശ്ശേരി എഴുതിയല്ലോ. അല്ല സർ, ഞാൻ എഴുതിയതാ. എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങൾക്ക്? എന്റെ അച്ഛനെ നോക്കി എന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ്. അനുഭവങ്ങളിൽ നിന്നേ ഒരു കലാകാരൻ ഉണ്ടാവൂ. എന്റെ വല്യമ്മാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ SI ആയിരുന്ന കാലഘട്ടം. അവിടെ മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു റൗഡി എവിടെ? വിശ്വാസം ഞാനോട് വിഴിഞ്ഞു. അവൻ എന്റെ വല്യമ്മാവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്ന് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. അതിലുണ്ടെന്ന് എനിക്കറിയാം. വലിയ ആളാണ്ടാ. നിറച്ചൊഴുകി. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു 125 ആളുണ്ടാവും. ഏറി വന്ന 150. ആളെ എത്ര വേണ്ടാവാം, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. പോലീസ് വകുപ്പിലുള്ള ഒരു മുഴുവൻ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. മറല്ല അമ്മേ, ഡ്യൂട്ടി കാര്യത്തിൽ കടയുടെ വ്യത്യാസം വരുന്ന ഈ ചാക്കോ സഹിക്കില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം ആത്മാർത്ഥമായി നടത്തുന്ന സത്യസന്ധരായ പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് തുരങ്കം വെച്ചാൽ ചാക്കോ കുഴപ്പമുണ്ടാക്കരുത്. ഒന്നും മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിപ്പോയതാ. ഇതാണോ അബദ്ധം? ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലുണ്ണിയെ കൊപ്രാപ്പുരയ്ക്കൽ ചാക്കോയുടെ സൽപ്പേരിന് കളങ്കം വരുന്നതാണോ അബദ്ധം? കാക്കയ്ക്ക് കഴുകനും കൊടുക്കാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന തള്ളക്കോഴികളെ പോലെ കാത്തു സൂക്ഷിച്ചവരാണ് നിന്നെ ഞാനും ശ്രീനാരിയേട്ടനും. എന്താ പൊട്ടുന്നാരെ പോലീസും പട്ടാളവും ഒക്കെ? അല്ല, അപ്പുറത്തെ വീട്ടിലെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും മോഷണം പോയി. അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരാ. കോഴിയെ കിട്ടിയില്ല. വെള്ളമാ വെള്ളം. വെള്ളം ചുമ്മാ ഇരടാ. ആരാടാ വെള്ളം? 100 150 അടിച്ച നീയൊക്കെ ഫിറ്റ് ആവും. പക്ഷെ ചാക്കോയുടെ കപ്പാസിറ്റി നിരക്കറിഞ്ഞൂടാ. കണ്ടില്ലേ കാലത്തെ തുടങ്ങിയതാ. ഇതൊന്നും പ്രശ്നമാക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇറങ്ങട്ടെ. ആരാടാ മാനേജ് ചെയ്യുന്നത്? അതെങ്ങനെ മാനേജ് ചെയ്യും? ആരൊക്കെ ഇവര്?
ഞാൻ അറിയാതെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കിടക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്? പറയണോ? ഞാൻ അറിഞ്ഞില്ലേ. എല്ലാവരും വരിവരിയായി നിൽക്കണം. അനധികൃതമായി ഇവിടെ കയറി വന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. വസ്ത്രങ്ങൾക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങളെല്ലാം പുറത്തെടുക്കണം. ചാക്കോ. അയ്യോ, ഇവര് കുഴപ്പക്കാരല്ല, അച്ഛനെ കാണാൻ വന്നവരാ. ആരെ കാണാൻ വന്നാലും സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ഞങ്ങളുടെ കുടുംബക്കാരാ, സാർ ഇതിൽ ഇടപെടണ്ട. ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. മക്കളെ വളർത്തും ആലോചിക്കണമായിരുന്നു. ഇവൻ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോ അത് പോലീസ് കേസാവുമെന്നും ഈ വീടിന് പോലീസ് കാവൽ നിൽക്കുമെന്നും നേരത്തെ ആലോചിക്കണമായിരുന്നു. ആയുധങ്ങളൊന്നും കൈവശമില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോ, ഞങ്ങൾ നാളെ രാവിലെ അവിടെ. അതിന്റെ ആവശ്യമില്ല. അല്ല, അമ്മേ, നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചല്ലേ? ഇല നിറച്ചിട്ടോളൂ. വെച്ചു വിളമ്പി നാരായണമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? ഹേയ്, വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന നാട്ടു നടപ്പല്ലേ? അതല്ലേ തറവാടിത്തം. സാറ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലോ? അമ്മുക്കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, വല്ലാതെ ക്ഷീണിച്ചു. അമ്മേ, ഈ വെട്ടിവേര് നറന്നിന്റെ കിഴങ്കൂടയിൽ വാഴപ്പിണ്ടി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടി. എന്നാ 2 ഗ്ലാസ് ആയിക്കോട്ടെ. എല്ലാ ദിവസവും ഇതേ കറികൾ തന്നെ ആവണമെന്നില്ല. ഒരേ ഭക്ഷണം ആവുമ്പോ ഉണ്ടാക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ഒരു മടുപ്പാവും. ഞാനൊരു പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന അന്ന് മുതലേ മട്ടണാ കഴിക്കുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് ചിക്കൻ. നല്ല നാടൻ താറാവിനെ കിട്ടിയാൽ 1-2 ദിവസം അതാകാമോ? ഓ മതി. അത് കഴിഞ്ഞ് കാട. ഇത് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ഓർമ്മിച്ചത്. ഞാൻ STF-ലായിരിക്കുമ്പോ ഓരോ ദിവസവും ഓരോ ഡിഷാ. ഒരു ദിവസം ചൈനീസ്, ഒരു ദിവസം ജാപ്പനീസ്, ഒരു ദിവസം കോണ്ടിനെന്റൽ, ഒരു ദിവസം ജർമ്മനീസ്. ചോറുണ്ട്. ഊണ് കഴിച്ചിട്ട് പറയാട്ടോ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഡ്യൂട്ടി തെറ്റിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ചാക്കോക്ക് ശരിയാകത്തില്ല. താൻ വേഗം റെഡിയാവും. വിശ്വാനെ കൊണ്ട് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. എല്ലാം നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചല്ലേ? സംസാരിച്ചു. അതെ, പോകുന്ന ടൗണിലേക്കാ. ഏതെങ്കിലും ഒരു ഓഫീസർ വിശ്വാന്റെ കൂടെ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കണ്ടാൽ തെറിക്കുന്ന എന്റെ തൊപ്പിയാ. അത് കുടിക്കരുത്. വിശ്വാസം വെച്ചിരിക്കുന്ന അത് കുടിച്ചോളൂ. അതെനിക്ക് വെച്ചതാ. ഇത് കുടിച്ചാ ചത്തു. അത് കുടിക്കരുത്. താനും വിശ്വാനും ടൗണിൽ നിന്ന് കുടിച്ചാ മതി. കുട്ടിയുടെ പേരെന്താ? ഹസീന. ആഹാ, നല്ല പേര്. ഈ കുട്ടിയുടെ ഒന്ന് ഉടങ്ങിയിരിക്കോട്ടെ. അകത്ത് 3 പേരും വിശ്വനാഥം ഒറ്റയ്ക്കുമായിരിക്കുന്ന. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇനി പാറ്റ വീഴും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മിസ്റ്റർ വിശ്വനാഥന് റൂറൽ ഏരിയയിൽ പോസ്റ്റിംഗ് കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യാൻ മടിയില്ലല്ലോ? ഒരിക്കലുമില്ല സാർ. എവിടെ ജോലി ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. ഒരാൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഇതാര്? വിജയനോ? ഇരി. എന്താ? കല്യാണ സാരി ആഭരണമൊക്കെ വാങ്ങാൻ നാളെ ഞങ്ങൾ ടൗണിൽ പോകുന്നുണ്ട്. ആയിക്കോട്ടെ. അതിനു മുമ്പ് അതിനു മുമ്പേ പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അതിനെന്താ, അവളോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. അമ്മക്കുട്ടി. എന്താ ഏട്ടാ? പിന്നെ വിജയൻ നാളെ കല്യാണ സാരിയൊക്കെ എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുക. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു. എന്ത് നിർദ്ദേശവും സ്വീകരിക്കുന്നതാണ്. കളറ്, ഫാഷൻ, മാച്ചിങ്. എനിക്ക് എങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളത് എടുത്താ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. പിന്നീട് അതെടുത്തു ഇതെടുത്തു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടാവരുത്. അതെ, പിന്നെ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഇപ്പൊ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പോ. വരട്ടെ. ഉത്കണ്ഠം പിള്ളേ നേതാവേ, ഉത്കണ്ഠം പിള്ളേ നേതാവേ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠം പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠം പിള്ള സിന്ദാബാദ്. ബഹുമാന്യരായ സമ്മതിദായകരെ, ഈ കുമ്മാട്ടിക്കടവിന്റെ മുഖച്ഛായ മാറ്റാൻ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ, ഈ ഉത്കണ്ഠം പിള്ളയെ, ഈ നാട്ടിലെ ഓരോ പുൽക്കൊടിക്കും കച്ചിത്തുരുമയും പക്ഷിമൃഗാദികൾക്കും സുപരിചിതനായ ഈ ഉത്കണ്ഠം പിള്ളയെ ഇത്തരം ഒരു വേദിയിൽ വെച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യടാ 15 കൊല്ലത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് സഹോദരന്മാരെ ഈ നാട്ടപ്പെട്ട പോസ്റ്റുകൾ സഹോദരിമാരെ. ഒരു മാല കൊടുത്തേ. വിശ്വാമാഷ് വന്നാ ഉടനെ കഴുത്തോട്ട് മനെ ഒരു മാല ഇടണം കേട്ടാ. കുമ്മാട്ടിക്കടവിൽ നിന്ന് നീ എവിടെയെല്ലാം കൊണ്ടു കൊടുക്കും. കൊണ്ടുപോടാ. ഓ, എനിക്ക് നന്ദിയുണ്ട്.
ഈ പഞ്ചായത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ പെങ്ങന്മാരെ ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ. സൗദാമിനിയെ, മാഷ് വരുമ്പോഴേ സ്റ്റേജിൽ കയറി ഒരു മാല ഇടണം. അയ്യേ എനിക്ക് വയ്യ ആളുകളൊക്കെ മുമ്പ് വെച്ച്. എന്നായാലും മാല ഇടാനുള്ളല്ലേ, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ചുമ്മാ ഇരി. അയ്യ, വലിയ നാണമാണ് വേണ്ട കേട്ടോ. ഇവിടെ ആയിരക്കണക്കിന് പെമ്പിള്ളേർ ക്യൂ നിൽക്കുക മാഷ്ക്കൊന്ന് മാല ഇടാൻ വേണ്ടി. ദേ, ഈ കുട്ടി ഇപ്പൊ തയ്യാറാ, ഒരു മാല ഇട്ടൂടെ? അയ്യേ എനിക്ക് വയ്യ. ആളുണ്ട്. ഈ നാടിന്റെ ഭാവിയെ പറ്റി ഉത്കണ്ഠയുള്ള ഏക വ്യക്തിയാണ് ഈ ഉത്കണ്ഠം പിള്ള എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സഹോദരന്മാരെ. ഉത്കണ്ഠ പിള്ളയുടെ പ്രസംഗം തീരാറായി. ഈ മാഷ് എവിടെ പോയിരിക്കുക? ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് മാഷ് വരായിരുന്നാലേ നാട്ടുകാർ നമ്മളെ അടുത്ത് കോണം കൊടുക്കും. ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളായ നിങ്ങൾ ഇനിയും എനിക്ക് സർവ്വ സഹായ സഹകരണങ്ങളും തന്ന് മേലിലും എന്നെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്! ഉത്കണ്ഠൻ പിള്ള സിന്ദാബാദ്! അടുത്തതായി ഉത്കണ്ഠൻ പിള്ള സ്വതന്ത്ര സിന്ദാബാദ്! സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്കവർക്കും പ്രിയപ്പെട്ട വിശ്വനാഥൻ മാഷ് നിങ്ങളോട് സംസാരിക്കും. എവിടെ പോടാ നിന്റെ മാഷ്? പോടാ പോടാ തല്ലുള്ളി. ഈ വിശാലം നമുക്കേവർക്കും പ്രിയങ്കരനായ വിശ്വനാഥൻ മാഷിന്റെ വിജയരഥം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുമ്മാട്ടിക്കടവിന്റെ രാജവീതിയിലെ പ്രകമ്പനം കുറിച്ചുകൊണ്ട് ഇതാ നമ്മുടെ മാഷിന്റെ വിജയരഥം എത്തിച്ചേരുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുമ്മാട്ടിക്കടവിന്റെ അഭിമാന സ്തംഭമായ, കുമ്മാട്ടിക്കടവിന്റെ ആവേശമായ ശ്രീമാൻ വിശ്വനാഥൻ മാഷ് ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ മറ്റരികളെ ഓരോന്നിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ വിശ്വനാഥൻ മാഷ് തന്റെ വിജയരഥത്തിലേറി ഇതാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ പൊന്നാമന പുത്രൻ, ഈ നാടിന്റെ കണ്ണുനീരായ വിശ്വനാഥൻ മാഷ് തന്റെ വിജയരഥമായ കാലവണ്ടിയിൽ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വനാഥൻ എന്റെ രക്തത്തിൻ രക്തമായ അമ്മമാര്, കണ്ണിനു കണ്ണായ സഹോദരിമാര്, ജീവന്റെ ജീവനായ മറ്റു കൂടപ്പിറപ്പുകളെ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുമ്മാട്ടിക്കടവിലെ കുഞ്ഞാടുകളെ, അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഞാനിന്മേൽ കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല. പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്ന് ഞാൻ പറയുന്നില്ല. ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല. കുമ്മാട്ടിക്കടവിലെ അഴിമതി, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനം മുതലായവ അപ്പാടെ തുറച്ചു നീക്കും. കുമ്മാട്ടിക്കടവിലെ തകർന്നു കിടക്കുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കും.
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോർ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യും. ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും പഞ്ചായത്ത് ചെലവിൽ സമൂഹ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കും.